പ്രവചനാതീതമായ നീക്കങ്ങൾ നടത്തുന്ന ഭരണാധികാരിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിൻ്റെ പുതിയൊരു പ്രസ്താവന ഇസ്രായേൽ ഭരണകൂടത്തെയും സൈനിക നേതൃത്വത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലെബനനിലെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന ട്രംപിൻ്റെ വാക്കുകളാണ് വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് വഴിമരുന്നിട്ടിരിക്കുന്നത്. തൻ്റെ വിശ്വസ്ത സഖ്യകക്ഷിയായ ഇസ്രായേലിന് നേരെ ട്രംപ് ഇത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രായേൽ സൈന്യം ലെബനനിൽ നടത്തുന്ന ഓരോ നീക്കവും ഇനി വൈറ്റ് ഹൗസിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവനയെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ രഹസ്യമായി ആരോപിക്കുന്നു. സ്വയം പ്രതിരോധത്തിനായി ആക്രമണം നടത്താൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നായിരുന്നു കരാറിലെ ധാരണ. എന്നാൽ ട്രംപ് ഉപയോഗിച്ച നിരോധനം എന്ന വാക്ക് ഈ ധാരണകളെ പാടെ തകിടം മറിക്കുന്നതാണ്. നെതന്യാഹു ക്യാമ്പിലെ പ്രമുഖ നേതാക്കൾ ഈ പ്രസ്താവന കേട്ട് സ്തബ്ധരായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ലെബനനിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ട്രംപിൻ്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ നയതന്ത്രജ്ഞർ വാഷിംഗ്ടണുമായി അടിയന്തര ആശയവിനിമയം നടത്തി. കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ രീതിയിൽ ട്രംപ് സംസാരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് മേഖലയിൽ കൂടുതൽ കരുത്തു നൽകുമെന്ന് അവർ ഭയപ്പെടുന്നു. ഇസ്രായേലിൻ്റെ കൈകൾ കെട്ടിയിടാനാണ് ട്രംപ് ശ്രമിക്കുന്നതെങ്കിൽ അത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കും. IDF മേൽ അമേരിക്കയുടെ പൂർണ്ണമായ അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമായാണ് നെതന്യാഹുവിൻ്റെ അനുയായികൾ ഇതിനെ കാണുന്നത്. വിവാദം കൊഴുത്തതോടെ വൈറ്റ് ഹൗസ് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിനായുള്ള നടപടികൾക്ക് തടസ്സമില്ലെന്നും എന്നാൽ അനാവശ്യമായ പ്രകോപനങ്ങളും ആക്രമണങ്ങളും പാടില്ലെന്നുമാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എങ്കിലും ട്രംപ് നൽകിയ ആ ഷോക്ക് ഇസ്രായേൽ ഭരണകൂടത്തെ ഉലച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു വാക്കിന് ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളെ പാതി വഴിയിൽ തടയാൻ കഴിയുമെന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ചോദ്യചിഹ്നമായി മാറുകയാണ്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ ലെബനീസ് അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയിലെ സമാധാനം. അമേരിക്കയുടെ കണിശമായ നിരീക്ഷണത്തിന് കീഴിൽ ഇസ്രായേൽ ശ്വാസം മുട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നയതന്ത്ര വേദിയിൽ കാണുന്നത്.